അഭ്യസ്ത വിദ്യയുടെ നാടാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗ്രാജുവേറ്റ് ചെയ്യപ്പെടുന്ന നാടാണ് കേരളം. അതുപോലെ തന്നെ തൊഴിൽ രഹിതരുടെ നാടും കൂടിയാണ് കേരളം. 65 ലക്ഷത്തോളം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിലെന്നാണ് പറയുക. ചെറുപ്പക്കാരിൽ വലിയൊരു ശതമാനവും അവരുടെ ജീവിതം കണ്ടെത്താൻ വേണ്ടിയിട്ട് നാട് വിട്ടു പോകുന്നു. കേരളത്തിൽ ഉപയോഗിക്കേണ്ട മാനവ വിഭവശേഷി മറ്റു രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് കേരളത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ കേരളത്തിൽ നല്ല വ്യവസായങ്ങൾ വരണം. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളിൽ നമ്മുടെ ചരിത്രം പറയുന്നത് പുതിയ വ്യക്തികൾക്ക് വ്യവസായം തുടങ്ങാൻ പറ്റാത്തൊരു സംസ്ഥാനമായി കേരളം മാറുന്നുവെന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ മേഖലയിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ദിവസങ്ങളിൽ ധാരാളം അലിഗേഷനിലൂടെ കടന്നുപോവുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കേരളത്തിലെ വ്യവസായങ്ങൾക്ക് ഭാവി എന്ത്, വ്യവസായങ്ങളുടെ ഭാവി എന്ത്. കിറ്റക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ സാബു ജേക്കബാണ്. സ്വാഗതം സാർ. റിവേഴ്സ് കോസ്മോസിസ് എന്ന വാക്കാണ് കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത ധാരാളം വാക്കുകൾ ഈ ദിവസങ്ങളിൽ കിറ്റക്സിനെ ചേർത്ത് വെച്ച് ശ്രീ പി ടി തോമസ് സംസാരിക്കുന്നത് കേട്ടു. യഥാർത്ഥത്തിൽ കടമ്പ്രയാർ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ കിറ്റക്സ്? കടമ്പ്രയാറ് മലിനമാണ്, നമ്മുടെ നദികളൊക്കെ മലിനമാണ് എന്ന് നമുക്കറിയാം. അത് ആരാണ് മലിനമാക്കുന്നത് എന്നും വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ പലപ്പോഴും പലരും ഇതൊക്കെ ഓരോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് പലരുടെയും തലയ്ക്ക് വെച്ച് കെട്ടുക. ഞാനും കടമ്പ്രയാറുമായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏരിയൽ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് തോടിൽ കൂടി ഒഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 കിലോമീറ്ററെങ്കിലും വരും ഈ ഫാക്ടറിയും കടമ്പ്രയാറുമായിട്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് ബ്രാഞ്ച് തോടുകളുമുണ്ട്. ഞാൻ പി ടി തോമസ് ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഇതുവരെ, അതായത് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് 26 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 26 വർഷത്തിന് ഉള്ളിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരാൾ കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ് കടമ്പ്രയാറ് വളരെ ഗുരുതരമായിട്ട് മലിനമാക്കുന്നു എന്നുള്ളൊരു ആരോപണം വന്നത്. അവിടെ ഈ ആരോപണം വന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേതൃത്വം കൊടുക്കുന്ന 2020 എന്ന പ്രസ്ഥാനം തൃക്കാക്കര മത്സരിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തപ്പോഴാണ്. പക്ഷേ സാർ, അദ്ദേഹം പറയുന്നത് 2020 അദ്ദേഹം ഈ കടമ്പ്രയാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു, അദ്ദേഹം ലീഡർഷിപ്പ് കൊടുത്തു, അതിനുശേഷം മാത്രമാണ് ഇലക്ഷൻ വരുന്നതെന്നൊക്കെയാണ് അദ്ദേഹം. അല്ല, അതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റി എനിക്കറിയില്ല. അന്നൊന്നും അദ്ദേഹം കിറ്റക്സ് ആണ് ഇത് മലിനപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. കിറ്റക്സ് ആണെന്ന് പറഞ്ഞത് ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ്. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷേ ഇത് കൂടുതലായിട്ടും ഉന്നയിച്ചു വന്നത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കിറ്റക്സ് അതിൻ്റെ പിക്ചറിൽ വന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ കടമ്പ്രയാറിനെ പറ്റി ഒരുപാട് കേസുകൾ നമ്മുടെ ഹൈക്കോടതിയിലും മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. അതിനെപ്പറ്റിയുള്ള പരാതികൾ, അതിനെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമല്ല. അപ്പോൾ വർഷങ്ങളായിട്ട് അതിനെപ്പറ്റി ആക്ഷേപമുണ്ട്. ഹൈക്കോടതിയിൽ പലരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സർക്കാരും അതിന് നിയോഗിക്കപ്പെട്ട കമ്മീഷനും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അന്വേഷിച്ച് ഹൈക്കോടതിയിലുമൊക്കെ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിലും ഇന്ന് വരെ കിറ്റക്സ് ഗാർമെൻറ്റ്സ് ആണ് കടമ്പ്രയാറിൻ്റെ മലിനപ്പെടുത്തുന്നത് എന്ന് ഒരു റിപ്പോർട്ട് പോലും ഒരു സ്ഥലത്തും ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു അലിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കിറ്റക്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട്. അന്നാലുമിനിയം ഉണ്ട്, കിറ്റക്സ് ലിമിറ്റഡ് ഉണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക്കലി കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. അതിനൊരു കാരണം ശ്രീ സാബു ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിൽ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവും. സാറിനെ വ്യക്തിപരമായി ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിറ്റക്സ് ഒരു ഗാർമെൻറ്റ്സിനെ തന്നെ ഇവർ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ 2020 എന്ന പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അതിനെ ഒരു കൗതുക പൂർവ്വമാണ് അതിനെ കണ്ടത്. പിന്നീട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി.
അതിന് സാഹചര്യങ്ങൾ അവരുണ്ടാക്കിയതാണ്. ഞങ്ങൾക്കൊരിക്കലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരണം, രാഷ്ട്രീയത്തിലേക്ക് വരണം, അങ്ങനെ ഒരു ഉദ്ദേശവും അതിലുണ്ടായിരുന്നില്ല. 2012 ഞാൻ ഈ 2020 പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ വ്യവസായങ്ങൾ വളർന്നതിനോടൊപ്പം ഈ നാടും വളരണം. ആ ഒരു സ്വപ്നം പൂർത്തിയാക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അത് വിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമോ പഞ്ചായത്ത് ഭരണമോ അസംബ്ലിയിലേക്കുള്ള മത്സരമോ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ ഒരിക്കലും അതിയിട്ട് വരണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിർബന്ധിച്ച് ഇവരെന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഇവർക്കറിയാം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളർന്നു പോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ടാകും എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോൾ എന്നെ ആക്രമിക്കുക, എന്നെ ആക്രമിച്ച് രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ അവർ നോക്കി. രാഷ്ട്രീയപരമായിട്ട് എന്നെ തോൽപ്പിക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ അവർ കണ്ട ഒരു മാർഗമായിരിക്കാം. കാരണം ഇതിൻ്റെയൊക്കെ സോഴ്സ് എൻ്റെ ഈ ഫാക്ടറിയാണ്. അപ്പോൾ ആ സോഴ്സ് ഇല്ലാതെയാക്കിയാൽ തീർച്ചയായിട്ടും ഞാനില്ലാതെയാവും, ഞാനില്ലാതെയായ 2020 ഇല്ലാതെയാവും. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ അജണ്ടയാണത്. നമ്മുടെ കിഴക്കമ്പലം വലിയ വികസനത്തിലാണ്, ഒരു വലിയ മോഡലാണല്ലോ നമുക്ക്. പക്ഷെ അതിൻ്റെ ഒക്കെ ഈ VP സജീന്ദ്രൻ MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങൾ 2020 അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തു എന്ന രീതിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു വലിയ മൂവ്മെൻ്റാണ് ഈ കിഴക്കമ്പലത്ത് നടന്നത്. വർഷങ്ങളോളം ഈ സിസ്റ്റത്തോട് മല്ലടിച്ച് യുദ്ധം ചെയ്ത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്ഥലമായിട്ടാണ് കിഴക്കമ്പലത്ത് കാണുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കുന്നു വെറുതെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചില പറച്ചിലുകൾ മാത്രമാണ് അതൊക്കെയാണ്. ഇതിലെ ഈ പറയുന്ന ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാനിപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യക്തിത്വത്തിൽ നിൽക്കാൻ എനിക്കറിയാം. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ എൻ്റെ സ്വന്തം പേഴ്സണാലിറ്റിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ കിഴക്കമ്പലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഏത് MLA ആയിക്കോട്ടെ, VP സജീന്ദ്രൻ ആയിക്കോട്ടെ, ഏത് MLA ആയിക്കോട്ടെ, നമുക്ക് പലപ്പോഴും ഒരു സർക്കാർ സ്കൂളിൻ്റെ മുകളിൽ പോയി നോക്കിയാൽ അവിടെ കാണാം VP സജീന്ദ്രൻ MLA ഫണ്ട് കൊണ്ട് നിർമ്മിച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ സിസ്റ്റം എന്താണെന്നുള്ളത്. നമുക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ്, അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം, നല്ലൊരു സഹായമാണ് സ്റ്റേറ്റിട്ട് വരുന്നത്. പക്ഷേ ഏതെങ്കിലും സ്റ്റേറ്റ് പറയുന്നുണ്ടോ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെന്ന്? പറയാറില്ല. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ ഭൂരിഭാഗവും കേന്ദ്ര സഹായമാണത്. ഒരു സംസ്ഥാന സർക്കാരിൽ നിന്നാണ് പഞ്ചായത്തുകളിലേക്ക് ഒരു വിഹിതം കൊടുക്കുന്നത്. അവിടെ പഞ്ചായത്തിൻ്റെ വിഹിതമുണ്ട്, സർക്കാരിൻ്റെ വിഹിതമുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത്. അതുതന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാനത്തിൻ്റെ ഒരു വിഹിതമുണ്ട്, കേന്ദ്രത്തിൻ്റെ ഒരു വിഹിതമുണ്ട്. അപ്പം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ശരാശരി ഏതാണ്ട് ഒരു 50-50% വരുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന വികസനങ്ങൾ 50% കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. അത് അവകാശപ്പെട്ടത് തന്നെയാണത്. അതുപോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു പഞ്ചായത്തിലേക്ക് വരുന്ന 50% എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടതാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ആരുടെയും അവിടെ ഭരിക്കുന്നവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നതല്ല. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നികുതി പണമാണത്. അത് ആ നാട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ട്, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുമല്ല, സംസ്ഥാനത്തിൻ്റെയുമല്ല, പഞ്ചായത്തിൻ്റെയുമല്ല, അത് ഇവിടുത്തെ ജനങ്ങളുടെ വേർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ പണമാണത്. പക്ഷേ ഇവരെല്ലാവരും പറയുന്ന എന്താണ്? സംസ്ഥാന ഫണ്ട്. ആ സംസ്ഥാനത്തു നിന്ന് ഒരു MLAക്ക് വികസനത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ട് അതെങ്ങനെയാവും? അദ്ദേഹത്തിൻ്റെ ആവും. ഇവിടെ ഞാൻ ഒരിക്കലും സംസ്ഥാനത്തു നിന്ന് കിട്ടുന്ന ഫണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ റവന്യൂ അതൊരിക്കലും എൻ്റേതായിട്ട് ഞാൻ ചിത്രീകരിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങളിപ്പോൾ 6ാം വർഷമാണത്. ഈ കേരളത്തിൽ 970-ലധികം പഞ്ചായത്തുകളുണ്ട്. ഈ 970 പഞ്ചായത്തുകളിൽ നടന്നതിനേക്കാൾ വലിയൊരു വികസനം ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് BMBC റോഡുകൾ, ബസ് സ്റ്റാൻഡ്, അങ്ങനെയൊക്കെ. ഇവിടെ ഒരു സ്ഥലത്ത് പോലും 2020യോ സാബു ജേക്കബോ അങ്ങനെ ഒരു പേര് ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. ഈ പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് പലതവണ നമുക്ക് ചില സ്റ്റോപ്പ് മെമ്മോകളോ
അല്ലെങ്കിൽ ചില കാരണം കാണിക്കൽ നോട്ടീസുകളൊക്കെ തന്നതായിട്ടാണ് എവിഡൻസ് ആയിട്ട് വരുന്നത്. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവർക്കൊക്കെ അങ്ങനെ ഇടപെടാൻ പറ്റുന്നത്? ഇല്ല, അത് PT തോമസ് ഏതൊക്കെയോ പേപ്പർ പൊക്കി, ഈ പേപ്പറിൽ അതുണ്ട്, ആ പേപ്പറിൽ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്ത് പേപ്പറാണെന്ന് എനിക്കറിയില്ല. അത് ഇപ്പോൾ ഞങ്ങൾ 26 വർഷമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, 26 വർഷമായിട്ട് ഇന്ന് ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഒരു കമ്പനിയും ഒരു ഫാക്ടറിയും ഒരു ദിവസം പോലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 26 വർഷമായിട്ട് ഞങ്ങൾ പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് ഉണ്ട്. ഒരു ദിവസം പോലും ഞങ്ങളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയോ തിരിച്ചു വിളിക്കുകയോ ഒരു ദിവസം പോലും പൊല്യൂഷൻ ബോർഡ് ഞങ്ങളുടെ കമ്പനി നിർത്തി വയ്ക്കാനും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ എപ്പോഴും വളരെ ഏത് കാര്യങ്ങളെയും ശക്തമായിട്ട് നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഏതൊരു അനീതി പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കാറില്ല. അപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് വരും, രാഷ്ട്രീയക്കാർ പല സംഭാവനകളും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ട് വരും, തൊഴിൽ കൊടുക്കാൻ പറഞ്ഞു വരും അവരുടെ ആരെങ്കിലും വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവർ പറയുന്ന അവരുടെ ആഗ്രഹങ്ങൾ, അതായത് രാഷ്ട്രീയ ആളുകളുടെ, ഭരണകർത്താക്കളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അവർ നമുക്ക് പണിയുമായിട്ട് വരും. അപ്പോൾ അവർ ഇൻസ്പെക്ഷൻ നടത്തും, അവർക്ക് ഇഷ്ടമുള്ള മാതിരി എഴുതും. ഇത്രയും 11,000 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ 100 കണക്കിന് ലിറ്റിഗേഷൻ ഉണ്ടാവും. സെയിൽ ടാക്സുമായിട്ട് ഞങ്ങൾ കേസുണ്ട്, സെൻട്രൽ എക്സൈസുമായിട്ട് കേസുണ്ട്, ഇൻകം ടാക്സുമായിട്ട് കേസുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗവുമായിട്ട് ഞങ്ങൾക്ക് പല വിധത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അത് എനിക്കെന്നല്ല, ഇപ്പോൾ അത് ടാറ്റേനെ എടുത്താലും ശരിയാണ്, അംബാനീനെ എടുത്താലും ശരിയാണ്, ഏത് കമ്പനികളെയും എടുത്താലും പല വിധത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവും. അപ്പം നാച്ചുറലി അത് കോടതികളിലേക്ക് പോകും. അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ 26 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫാദർ തുടങ്ങിയിട്ട് 53 വർഷമായി. ഇവിടെ ചിലർ പറയുന്നു ഇവിടെ സെൻട്രൽ എക്സൈസ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തിട്ടുണ്ട്, CBI റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. CBIയുടെ റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്, സെൻട്രൽ എക്സൈസിൻ്റെ ഉണ്ടായിട്ടുണ്ട്, സെയിൽ ടാക്സിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റെയ്ഡ് ചെയ്യാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ടത്, ഇപ്പോൾ നമ്മൾ കേൾക്കണം, അവിടെ CBI പോയി റെയ്ഡ് ചെയ്ത് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു കൊടും കുറ്റവാളി പോലെയാണ് ജനങ്ങൾ കാണുന്നത്. പക്ഷേ റെയ്ഡ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് കോടതി ശിക്ഷിച്ചോ? അവിടെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ 53 വർഷത്തിനുള്ളിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും റിപ്പോർട്ടുകൾ ഒരു കോടതിയും ഞങ്ങൾക്ക് പ്രതികൂലമായിട്ട് ഒരു ഓർഡറുകളും ഇന്ന് വരെ ഇല്ല. ഈ പറയുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം അതാണത്. നമ്മുടെ ഒരു 15,000-ഓളം സ്റ്റാഫ് ഇതിനോട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു. വലിയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ട് ഈ സ്റ്റാഫ് വെൽഫെയർ എന്ന് പറയുന്ന ഒരു കാര്യം, അത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്റ്റാഫ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്റ്റാഫ് വെൽഫെയർ റിലേറ്റ് ചെയ്ത്? അല്ല, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഞങ്ങൾ വേൾഡിലെ ബെസ്റ്റാണത്. ടെക്നോളജി വൈസ് ഏറ്റവും ബെസ്റ്റാണ്. വെൽഫെയർ ആസ്പെക്ട്സിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റാണത്. ഞാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ ടു ആപ്പിളാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള സിമിലർ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഇഷ്ടം പോലെയുണ്ട്, വേൾഡിൽ മറ്റു ഭാഗങ്ങളിലുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാഫ് വെൽഫെയറിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു ഫാക്ടറിയും ഇന്ത്യയിലല്ല ലോകത്തിലുണ്ടാവില്ല. അതിനൊരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഈ ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ മിനിമം വേജസ് തന്നെ വലിയ എമൗണ്ടാണ്. തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മിനിമം വേജസ് ഉള്ളത്. അപ്പം മിനിമം വേജസ് നമ്മൾ കൊടുത്തേ പറ്റൂ. ആർക്കും അത് ലംഘിക്കാൻ പറ്റില്ല. ഒരു നിസ്സാര ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും ഒരു 50% ആളുകളെ ഔദ്യോഗികമായിട്ടുള്ള റെക്കോർഡുകളിൽ ഉണ്ടാവുള്ളൂ. ബാക്കി 50% ആളുകൾ രേഖകളില്ലാത്തവരായിരിക്കും. അവരെ റോളിലേ ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ പുതിയൊരു ഫാഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുപ്പൂരൊക്കെ 10% ആളുകളെ റോളിലുണ്ടാവുള്ളൂ, 90% ആളുകൾ കോൺട്രാക്റ്റിലായിരിക്കും. അപ്പോൾ കോൺട്രാക്ട് ലേബർ ആകുമ്പോൾ കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അതിനുള്ള ആനുകൂല്യങ്ങളൊക്കെ അവരാണ് നോക്കേണ്ടത്. കമ്പനിക്ക് യാതൊരു ലയബിലിറ്റിയും ഇല്ല. എൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 11,000 ജോലിക്കാരുണ്ട്. 11,000 ആളുകളും ഡേ 1 അവർ വന്ന് ഇവിടെ രാവിലെ വന്നാൽ കമ്പനിയുടെ
അകത്ത് ബിൽഡിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് അവരെ ഓൺലൈനായിട്ട് അവർ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഞങ്ങൾ പ്രോവിഡൻറ്റ് ഫണ്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യും, ESI രജിസ്റ്റർ ചെയ്യും. ഞങ്ങളുടെ പെർമനൻറ്റ് വർക്കറായിട്ടാണ് ഞങ്ങൾ അവരെ കയറ്റുന്നത്. അതിനുശേഷമാണ് ഫാക്ടറിയുടെ ഫ്ലോറിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 100% ആളുകളും ഡേ 1 ഞങ്ങളുടെ പെർമനൻ്റ് എംപ്ലോയീസാണ്. ടെമ്പററി അല്ല, പ്രൊബേഷനല്ല, ട്രെയിനി അല്ല, കോൺട്രാക്റ്റുമല്ല. ഏത് ഫാക്ടറി അതുണ്ടാവുക. അതും സുതാര്യമായിട്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, പ്രോവിഡൻറ്റ് ഫണ്ട് ഇത് ചെയ്യുന്നു, ESIയും ചേർക്കുന്നു. അതൊന്നാമത്തെ കാര്യം. ഇവരുടെ എല്ലാവരുടെയും ശമ്പളം ബാങ്ക് അക്കൗണ്ടിൽ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എല്ലാ ആളുകളുടെയും മുഴുവൻ സാലറിയും ബാങ്ക് അക്കൗണ്ടിട്ട്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന സംഗതിയാണല്ലോ. അതെ. ഓരോ എംപ്ലോയിയും കയറുമ്പോൾ അത് പഞ്ച് ചെയ്യുന്നു, തിരിച്ചിറങ്ങുമ്പോൾ പഞ്ച് ചെയ്യുന്നു. അവരുടെ ഏൺ ലീവ് 20 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം അവർക്ക് സൗജന്യമായിട്ട് അതിൻ്റെ സാലറി കൊടുക്കുന്നു. ഹോളിഡേയ്സ്, ഇതെല്ലാം നിയമം അനുസരിച്ച് എല്ലാവരുടെയും ശ്രദ്ധ 2020ലേക്കാണ്. ഇലക്ഷൻ്റെ കാലത്തൊക്കെ കേട്ട ചില ചർച്ചകളെക്കുറിച്ച് മാത്രമാണ് ചോദ്യം. ഒരു സമയത്ത് ആളുകൾ പറഞ്ഞു, സാർ BJP ആയിട്ട് വല്ലാത്തൊരു അലയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ചർച്ച വന്നു. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ മുഴുവൻ പറഞ്ഞു, സാറ് CPMൻ്റെ B ടീമാണ്, ഈ 2020 CPMനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്, അതുകൊണ്ടാണ് 2020 മത്സരിച്ച പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് എന്നൊക്കെ പറയുന്നു. ആരോടാണ് അലയൻസ്? ഇതിലേ നമ്മുടെ കേരളത്തിൽ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാനും ഏറ്റവും പറ്റിയ ആയുധമാണ് വർഗീയത കൊണ്ടുവരിക. നമുക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നോക്കിയാൽ അറിയാം, കോൺഗ്രസ് ചരിത്രത്തിലില്ലാത്ത ഒരു വിജയമുണ്ടായി ഇവിടെ. അതിൻ്റെ പ്രധാന കാരണം ഒരു BJP വിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളതല്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. കാരണം BJPക്ക് എതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരമായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭൂരിപക്ഷത്തിട്ട് അവർ പോയത്. ഈ തവണ അതേ സിമിലറായിട്ടുള്ള ഒരു വികാരം തന്നെ വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ന്യൂനപക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ നിന്നു. അതിന് കാരണം കേരളത്തിൽ BJPയെ നേരിടാൻ. കാരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, നേതൃത്വ പ്രശ്നങ്ങൾ, അത് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ രക്ഷ നോക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നല്ല ഒരു ശതമാനമുണ്ട്. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങൾ കൂട്ടമായിട്ട് LDFിലേക്ക് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഒരു വലിയൊരു മാർജിനോട് കൂടിയിട്ട് വന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ ഏറ്റവും എളുപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ നമുക്കെതിരാക്കാനും പറ്റിയൊരു ആയുധം വർഗീയമായിട്ട് ചിന്തിപ്പിക്കുക. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞാൻ BJPയുടെ ആളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകളെ അവർക്ക് മറിക്കാൻ സാധിക്കും. അപ്പോൾ അത് ഓരോ സമയത്തും ഓരോ രീതി പറയുന്നു. ആ പറഞ്ഞവർ ഇപ്പോൾ പറയുന്നു ഞാൻ B ടീമാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നവർ തന്നെ തീരുമാനിക്കണം ഞാൻ BJP ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 10ഓളം റെയ്ഡുകൾ ഇവിടെ നടന്നു ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ ഞാൻ B ടീമാണെങ്കിൽ അതേ B ടീം എന്നെ ഉപദ്രവിക്കുമോ? വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതേ ആളുകളാണല്ലോ ഭരിക്കുന്നത്. അപ്പം ഞാൻ അവരുടെ ടീമായിരുന്നു, പിണറായിയുടെ B ടീം ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ വേട്ടയാടുന്നു? അപ്പോൾ ഇതൊക്കെ ഈ താൽക്കാലികമായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ആണെങ്കിൽ അതിൽ നിന്നാൽ പോരെ. എന്തിനാ 2020 എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നത്? നമുക്ക് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ നടത്താമെന്നുള്ള ഒരു സാമ്പിളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ നാട് ആഗ്രഹിക്കുന്നു? അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക്. ചിലർക്കെങ്കിലും ഇപ്പോൾ ആഗ്രഹമുണ്ട് കിറ്റക്സ് നാട് വിട്ടാൽ കൊള്ളാമെന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കിറ്റക്സ് നാട് വിടുന്നു, കിറ്റക്സിന് ഇവിടെ സഹിക്കുന്നില്ല, പറ്റുന്നില്ല എന്നൊക്കെ ഒരു ചർച്ചയൊക്കെ പലയിടത്തായിട്ട് ഉയർന്നു വരുന്നത്. സാറിന് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ 10 തവണയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ കയറി നിരങ്ങിയത്.
നമ്മൾ വലിയ ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഭീകരപ്രവർത്തകരെയൊക്കെ പിടിക്കാൻ വരുന്ന രീതിയിൽ 11,000 ജോലിക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എരച്ച് കയറുക, 10ഉം 12ഉം വാഹനങ്ങളിൽ വന്നിറങ്ങുന്നു, 40ഉം 50ഉം ഉദ്യോഗസ്ഥന്മാർ പല ഫ്ലോറുകളിലേക്ക് ഓടിക്കയറുന്നു. ആരാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നതെന്നും നമുക്കറിയില്ല. മുതൽ മുടക്കിയവൻ, ഇത്രയും കാലം വേർപ്പൊഴുക്കി പ്രസ്ഥാനമുണ്ടാക്കിയവൻ വെറും ഒരു മണ്ടനെ പോലെ നോക്കി നിൽക്കുന്നു. അവിടെ അകത്ത് കയറുന്ന ആളുകൾ ജോലിക്കാരെ ജോലി സ്ഥലത്തുനിന്ന് ജോലി നിർത്തി വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുന്നു, അവരുടെ ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു. സ്ത്രീകളെ വിളിച്ച്, അതും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള സമയത്താണെന്ന് ഓർക്കണം. 26 വർഷം ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഒരു പുതിയൊരു ഫാക്ടറി തുടങ്ങി ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വലിയ എന്തോ ഇത് നടക്കുന്നു, പോയി പരിശോധിക്കാം. ഇത് 26 വർഷമായിട്ട് അതാത് പീരീഡുകളിൽ സ്ഥിരമായിട്ട് പരിശോധന നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുമാണത്. അങ്ങനെ ഒരു ഫാക്ടറിയിലേക്ക് ഒരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ, മാസ്ക് പോലും ധരിക്കാതെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തി ചോദ്യം ചെയ്യുകയും അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുകയും അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്യും. അങ്ങനെ ഏതാണ്ട് 400ഓളം പേരെ വരെ ചോദ്യം ചെയ്ത ചില റെയ്ഡുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ അതിൽ പരിചയമുള്ള ഏതെങ്കിലും ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ഫാക്ടറീസോ ആണ്, അപ്പോൾ അവരാണെന്ന് വിചാരിച്ചാണത്. അങ്ങനെ 4ഉം 5ഉം മണിക്കൂർ പരിശോധനകൾ നടത്തുന്നു, ഇറങ്ങിപ്പോകുന്നു. നമ്മൾ നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മളത് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്ത് നിക്ഷേപിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനല്ലേ? ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി 53 വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഒരു വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കിയ ആളുകൾ, ഒരു ചരിത്രമുണ്ടാക്കിയ ആളുകൾ, അവരെ പോലെയുള്ള ആളുകളെ ഇതുപോലെ കൊള്ളക്കാരെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരെ നേരിടുന്ന മാതിരി തൊഴിലാളികളുടെ മുമ്പിൽ നമ്മൾ വെറും എന്തോ വലിയൊരു അപരാധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അത് ഒരു പ്രാവശ്യമല്ല, ഒരു മാസത്തിൽ 10 പ്രാവശ്യം പരിശോധന നടത്തിയ ഒരാൾ പോലും എനിക്ക് ഒരു നോട്ടീസോ ഏതെങ്കിലും നിയമലംഘനം നടത്തിയെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുത്താനുണ്ടെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിത് ചെയ്യണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും, ഇത്രയും വലിയൊരു വ്യവസായത്തിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഇതാണ് അനുഭവമെങ്കിൽ 50,000 രൂപയും 1,00,000 രൂപയും ഒക്കെ അവൻ്റെ കുടുംബവും പുരയിടവും ഒക്കെ പണയം വെച്ചും വിറ്റും, സ്വർണം വിറ്റും പണയം വെച്ചുമൊക്കെ വ്യവസായം തുടങ്ങുന്ന എത്രയോ ചെറുകിടക്കാരുണ്ട്. അവൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കാം? ഇന്ന് നമുക്കറിയാം, ഒരു വർഷമായിട്ട് കോവിഡ് വന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പാട് ദുരിതം അനുഭവിക്കുക. കൂലിപ്പണിക്കാരൻ മുതൽ വലിയ കോടീശ്വരൻ വരെ അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പെട്ടിക്കടക്കാരൻ മുതൽ ചെറുകിട വ്യവസായി മുതൽ വൻകിട വ്യവസായി വരെ തകർന്നിരിക്കുകയാണത്. അവൻ്റെ തിരിച്ചടവ് മുടങ്ങിയിരിക്കുക, ഭീമമായ പലിശ കൂടിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല, ജോലിക്കാരെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതുപോലെ കയറി നിരങ്ങുമ്പോൾ നമ്മൾ ഓർക്കണം, ഇന്ന് ഇത്രയും ഈ ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഇത് ബാധിച്ചിട്ടും ജോലിക്ക് പോലും പോകാതെ വീട്ടിലിരുന്ന് മുഴുവൻ ശമ്പളവും വാങ്ങി 4 നേരം പൊട്ടടിക്കുന്ന ആളുകളാവുന്ന ഈ പരിശോധന നടത്തണമെന്ന് ഓർക്കണം. ഈ കൊറോണ എഫക്റ്റ് ചെയ്യാത്ത 2 വിഭാഗങ്ങളുള്ളൂ. ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ, കേരളത്തിലെ, മറ്റുള്ളവർക്ക് എനിക്കറിയില്ല. 2 നമ്മുടെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഭരണകർത്താക്കളും. കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ അലവൻസുകളും കിട്ടുന്നുണ്ട്, ജോലിക്ക് പോവുകയും വേണ്ട, കൃത്യമായിട്ട് ശമ്പളം എത്തുകയും ചെയ്യുന്നു. ബാക്കി എല്ലാവരും
പട്ടിണിയിൽ, അവൻ്റെ ജീവിതം നാളെ എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാളെ ഇതുപോലെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്ന 50,000-ഉം 1,00,000-ഒക്കെ മുടക്കിയ ചെറുകിട വ്യവസായം അവനൊക്കെ ഇവൻ്റെയൊക്കെ കാല് കഴുകിയായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആ ഉദ്യോഗസ്ഥന്മാരുടെ അവരെ തലോടി തടവി അവരുടെ മുമ്പിൽ ഒക്കാനിച്ച് തലകുനിച്ച് നിൽക്കുന്നവന് മാത്രമേ ഇവിടെ മുതൽ മുടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. ഇത് മാനസികമായിട്ടുള്ള ഒരു തകർക്കലാണത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വേട്ടയാടൽ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സഹിച്ച് ജീവിക്കും എന്ന് ആരെങ്കിലും ധരിക്കുന്നതിന് തെറ്റാ. ആ കാലമൊക്കെ പോയി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ആലോചിക്കും, എന്താണ് ചെയ്യേണ്ടത്, അടച്ചു പൂട്ടണമോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനമെടുക്കും. അല്ലാതെ ആരെയും ഭയന്ന് വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വിട്ട് കഴിഞ്ഞാൽ ചുവന്ന പരവതാനിയാണ്. സൗജന്യമായിട്ട് സ്ഥലം, സൗജന്യമായിട്ട് കെട്ടിടം, ഇലക്ട്രിസിറ്റി കൺസെഷൻ റേറ്റിൽ കിട്ടുന്നു, 5 വർഷം മുതൽ 10 വർഷം വരെ ടാക്സ് ഹോളിഡേ കിട്ടുന്നു, എക്സംഷൻ കിട്ടുന്നു. ഇതിനേക്കാളൊക്കെ ഉപരി പല സംസ്ഥാനങ്ങളും എംപ്ലോയി, അതായത് തൊഴിലാളികളുടെ തൊഴിലുടമ കൊടുക്കേണ്ട പ്രോവിഡൻറ്റ് ഫണ്ടും ESIയും സർക്കാർ കൊടുക്കുന്നു 5 വർഷത്തേക്ക്. 1-2 സംസ്ഥാനങ്ങൾ തൊഴിലാളികളുടെ 5 വർഷത്തേക്കുള്ള ശമ്പളം വരെ കൊടുക്കാനായിട്ടുള്ള ഓഫറുകളുണ്ട്. 5,000 രൂപ വെച്ച് തൊഴിലാളികളുടെ ശമ്പളം 5 വർഷത്തേക്ക് കൊടുക്കാം. കേരളത്തിൽ ഒരു സൗജന്യങ്ങളുമില്ല, ഒരു കൺസെഷനുമില്ല നമുക്ക്. എന്നാൽ ഞങ്ങളൊന്നും ഒരു സഹായവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇന്ത്യയിലല്ല, അമേരിക്കയിലും ഒരുപാട് രാജ്യങ്ങളിൽ എനിക്കറിയാം. അമേരിക്കയിൽ 2016 ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച് ഓൺലൈനിൽ അപേക്ഷ കൊടുത്തു. 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ലൈസൻസ്, പ്രൊഫഷണൽ ലൈസൻസ് എനിക്ക് അപ്രൂവൽ കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അറിയിപ്പ് കിട്ടി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്. അവിടുത്തെ കൗണ്ടിയിൽ ചെല്ലണം, മേയറുടെ ഇൻവിറ്റേഷനാണ്. 21 പേരുള്ള ഒരു ടേബിള്, മേയറടക്കം, മേയർ അധ്യക്ഷനായിട്ടുള്ള ടേബിളിൽ നമ്മളെ സ്വീകരിച്ചിരുത്തുന്നവർ 21 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മളവിടെ ഇരിക്കുന്നു. 3 ചോദ്യമാണ് ചോദിച്ചത്. ഒന്ന്, എന്ത് ബിസിനസ്സാണ്? ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് സർപ്ലസ് ആയിട്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും വരുമോ? അതെന്താ ചെയ്യാൻ പോകുന്നു? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുട്ടികളുടെ ഉടുപ്പാണ് ഉണ്ടാക്കുന്നത്, അത് ഞങ്ങൾ ഏതെങ്കിലും ഓർഫനേജിന് കൊടുക്കും, സാമ്പിൾ വരുന്നത്, അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓ, വെരി ഗുഡ്. എത്ര ജോലി സാധ്യതയുണ്ട്? 15 പേരാണ് തുടക്കത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. 15 പീപ്പിൾ, 15 ജോലി എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിട്ടാണ് അവർ കരുതുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, വീണ്ടും കൈയടിക്കുന്നു, നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്നു, വെൽക്കം ടു മോൺവെൽ. മേയർ കാർഡ് എടുത്ത് തരുന്നു, ഇഫ് എനി അസിസ്റ്റൻസ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ, ഞങ്ങളുണ്ട് അവിടെ. സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് പറയൂ, ഐ വിൽ കം എന്ന് പറഞ്ഞു. ഇനാഗുറേഷന് മേയർ തന്നെ വന്നു. പിറ്റേ ദിവസം ന്യൂസിൽ വന്നു, എനിക്കൊരു 500 കോളാണ് വന്നത്, പല കൗണ്ടിയിൽ നിന്ന്, പല സ്റ്റേറ്റിൽ നിന്ന്, പല കൗണ്ടിയിൽ നിന്ന്, അമേരിക്കയിൽ തന്നെ. ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യം തരാമെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 15,000 ആൾക്ക് ജോലി കൊടുക്കുന്ന എൻ്റെ അവസ്ഥയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഒരു മൃഗത്തിനേക്കാൾ കഷ്ടമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. ആർക്കവിടെ ബിസിനസ് നടത്താൻ പറ്റുക? എന്നെപ്പോലെയുള്ള ആളുകളുടെ അനുഭവം ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ 40 ഡിഗ്രിയിലും 50 ഡിഗ്രിയിലുമൊക്കെ കിടന്ന് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിതം മുഴുവൻ പാഴാക്കി ഇവിടെ വന്ന് മുതൽ മുടക്കുന്നവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും തലമുറയിൽ ഒരു വ്യാവസായിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാവില്ല എന്നർത്ഥം. പക്ഷേ
സഹിച്ച് ജീവിക്കുന്നവരുണ്ട്, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ ഉള്ള എത്രയോ ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷേ അങ്ങനെ സഹിച്ച് ജീവിക്കാൻ, ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഈ വേട്ടയാടൽ തുടർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്ന് ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല. സാബു ജേക്കബ് ഒരു മാതൃകയാണ്. ജീവിതത്തിലായാലും ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും നല്ല മാതൃകകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ അപജയം. നല്ല മാതൃകകൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് ശ്രമിക്കാം. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി.